നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലത്ത് അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡിവിഷണൽ പോലീസ് ഓഫീസിന്റെയും ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ആന്റണി പുത്തൻകുളത്തിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. ജോയിന്റ് കൌൺസിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് കേന്ദ്രം വൃത്തിയാക്കി. ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി R ബിജുമോൻ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാരുംകാലത്തു നിന്നും വനംവകുപ്പ് പിഴുതെടുത്ത കുരിശ് തിരികെ അവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് തോമൻകുത്ത് സെന്റ് തോമസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. പോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലത്ത് അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KJ ബോബൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലം അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പല്ലാരിമംഗലത്ത് ആരംഭിച്ച മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. $230 കോടി രൂപയുടെ നിക്ഷേപവും 7 ബ്രാഞ്ചുകളുമുള്ള ഈ പ്രസ്ഥാനം ഈ പ്രദേശത്തെ കർഷകരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് വലിയ ഒരാശ്രയമാണ്. ഏതാണ്ട് 40 കോടി രൂപയാണ് കാർഷിക വായ്പ ഈ ബാങ്ക് ഇതുവരെ നൽകിയിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് KJ ബോബൻ അധ്യക്ഷത വഹിച്ചു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി K വർഗീസ്, ബ്ലോക്ക് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, വാർഡ് മെമ്പർ രമണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു, മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കവല പത്താനിക്കാട്, ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വർഗീസ്, റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് MM അലിയാർ മംഗലം, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സംഘം പ്രസിഡന്റ് KE കാസിം, ഫാർമേഴ്സ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ അനിൽ എബ്രഹാം, സാബു വർഗീസ്, ഷൌക്കത്ത് അലി MB, ജെറീഷ് തോമസ്, സന്തോഷ് T ഐസക്, KA മുഹമ്മദ്, ലീന ബിജു, അലക്സിസ് കറിയ, KS അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം MM അൻസാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്ര അയപ്പ് സമ്മേളനവും പഠന ക്ലാസും നടത്തി. ഹജ്ജ് യാത്രയപ്പ് സമ്മേളനവും പഠന ക്ലാസും മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു. CM മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയയപ്പ് സമ്മേളനവും പഠന ക്ലാസും നടത്തി. മൈലൂർ MUP സ്കൂളിൽ ഹാളിൽ നടന്ന ഹജ്ജ് യാത്രയയപ്പ് സമ്മേളനവും പഠന ക്ലാസും മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു. منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. CM മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മൈലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ബാക്കവി ഉദ്ബോധന പ്രസംഗം നടത്തി. പഞ്ചായത്ത് മെമ്പർ KK ഹുസൈൻ, മുൻ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK അലി, മൈലൂർ അബ്രാർ ജുമാ മസ്ജിദ് ഇമാം നിസാർ ബാഖവി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജമാൽ വാലി, STU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MM മെയ്തീൻ, KB മുഹമ്മദ് ബഷീർ, EB അബ്ദുൾ റഹ്മാൻ, ഷൈമോൻ കുഞ്ചോട്ട്, KU അലിയാർ എന്നിവർ സംസാരിച്ചു. ഹജ്ജ് ട്രെയിനർ MH മൂസ മാസ്റ്റർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ഡിവിഷണൽ പോലീസ് ഓഫീസിന്റെയും ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ഡിവിഷണൽ പോലീസ് ഓഫീസിന്റെയും ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി.
തൊടുപുഴ സബ് ഡിവിഷൻ പോലീസ് സ്റ്റേഷനുകളിലെ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രൊമോട്ടർമാർക്കും തൊടുപുഴ മെട്രോ ലയൺസ് ക്ലബ് കുടുംബാംഗങ്ങൾക്കുമായി തൊടുപുഴ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹാളിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് ഇന്ന് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സാധാരണ നമ്മൾ വിളിക്കുന്നത് പോലെ ജനറലായുള്ള കുറെ ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ല. ഇതിനൊരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു വിഭാഗം ആളുകളുടെ ഒരു ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ സ്റ്റേഷൻ തലം മുതൽ സബ് ഡിവിഷൻ തലം മുതൽ ജില്ല സംസ്ഥാന തലം വരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഭാരിച്ച ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി ക്ലാസ് അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇത്ര നല്ല ഫാക്കൽറ്റികളെ നമ്മൾ കൊണ്ടുവരാനും ആ രീതിയിൽ ക്ലാസ് അറേഞ്ച് ചെയ്യാനും സാധിക്കുന്നതും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചത്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ഏകദേശം ഒരു 50-60 പേരേ ഉള്ളൂ. പക്ഷെ ആ 60 പേര് പ്രതിനിധീകരിക്കുന്നത് വളരെ വലിയ ഒരു വിഭാഗം ആളുകളെയാണ്. ലയൺസ് ലിയോ ഫോറം ഡിസ്ട്രിക്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ AP ക്ലാസ് നയിച്ചു. തൊടുപുഴ മെട്രോ ലയൺസ് ക്ലബ് പ്രസിഡന്റ് CC അനിൽകുമാർ സ്വാഗതവും പറഞ്ഞു. ലയൺസ് ക്ലബ് സെക്രട്ടറി ജിജോ കാളിയർ, KPMS യൂണിയൻ സെക്രട്ടറി പരമേശ്വരൻ MK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫാദർ ആന്റണി പുത്തൻകുളത്തിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. പാറപ്പുഴ സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിരവധി വ്യക്തികൾ ആശംസ നേർന്നു. പാറപ്പുഴ സെന്റ് ജോസഫ് പള്ളി വികാരി റവറൻ ഫാദർ ജെയിംസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ചു. ഫാദർ ആന്റണി പുത്തൻകുളത്തിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. പാറപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ കുർബാന അർപ്പിച്ച ശേഷം പാറപ്പുഴ സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർ ജൂബിലി ഗാനം ആലപിച്ചു. വികാരി റവറൻ ഫാദർ ജെയിംസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ, ഫ്രാൻസിസ് സ്കറിയ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബാബു ജോസഫ്, ബിബിൻ ജോൺ പുറപ്പുഴ, SJLPS ഹെഡ് മിസ്ട്രസ് ജിൻസി ജോസ്, സാലി വർഗീസ്, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ്, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുരോഹിതനായി അദ്ദേഹം കടന്നു വന്നതിന് ശേഷം അദ്ദേഹം കടന്നു പോന്ന ഓരോ പാതയിലും അദ്ദേഹം കാഴ്ചവച്ച ആ ഒരു വലിയ ദൗത്യം അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ദീർഘകാലമായി അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹവുമായി, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഒക്കെ ഞാൻ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ഒക്കെ കൂടി തന്നെ അദ്ദേഹത്തെ കാണുകയാണ്. നമുക്കറിയാം, ഒരു പുരോഹിതൻ എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷക്കാലം അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയ ഒരു സന്ദേശം, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടി നൽകിയ സന്ദേശം, അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങളോരോ. ഫാദർ ആന്റണി പുത്തൻകുളം മറുപടി പ്രസംഗം നടത്തി. ജീവിതം എന്ന അനുഭവം ഒരുപാട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുന്നത്. കാരണം each and every moment is precious. ജീവിതം അമൂല്യമാണ്. കഴിഞ്ഞ 25 വർഷമായി പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. ഒരു പുരോഹിതനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഈ കാലയളവിലൊക്കെ ഒരുപാട് പുരോഹിതരെയും അതോടൊപ്പം തന്നെ പൗരോഹിത്യത്തെയും തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ഇന്നും ജനങ്ങളുടെ ഇടയിൽ ആയിരിക്കുമ്പോൾ ഒരു പുരോഹിതനായി തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരെന്നെ സ്നേഹിക്കുന്നു. ഒരിക്കലും ഈ ഒരു ജീവിതാന്തസ് ഒരിക്കലും
ഒരു നെഗറ്റീവായിട്ടോ ഒരു അസ്വസ്ഥതയായിട്ടോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം തുടക്കം മുതൽ ഈ സമയം വരെ ഈശോയ്ക്ക് വേണ്ടി അനവധി ആത്മാക്കളെ നേടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് 2001 ജനുവരി 2-ാം തീയതി മഹാജൂബിലിയോടനുബന്ധിച്ച് കോതമംഗലം രൂപതയുടെ അന്നത്തെ ഓർഡിനേഷൻ ഞങ്ങൾ 8 പേരടങ്ങുന്ന വൈദികർ ഒരുമിച്ചായിരുന്നു അന്ന് ഞങ്ങൾക്ക് പട്ടം തന്നത് അഭിമന്യ മാർ ജോർജ് മഠത്തികണ്ട് ജോർജ് പുന്നക്കോട്ടി പിതാവാണ്. പിതാവ് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. കോട്ടയത്ത് വെച്ച് നടക്കുന്ന കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമ്മേളനത്തിന് പുറപ്പെടുന്ന തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ വാഹനം മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോബി വർഗീസിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ കർഷക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗം ഷാഹുൽ പള്ളത്തുപറമ്പിൽ, PK സജീവൻ, റഫ്സിൻ സലീം, ശബരിനാഥ്, സുൽത്താൻ, തൗഫിക് എന്നിവർ സന്നിഹിതരായിരുന്നു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് കേന്ദ്രം വൃത്തിയാക്കി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി R. ബിജുമോൻ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സെക്രട്ടറി മുഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. ബിജു ചന്ദ്രൻ, V. ജയചന്ദ്രൻ, ജിജി ആന്റണി തുടങ്ങിയവർ ശുചീകരണ ക്യാമ്പിന് നേതൃത്വം നൽകി. എൻ്റെ നാട് സുന്ദരദേശം മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന ആശയം ഉയർത്തി 1 വർഷം നീളുന്ന ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് കേന്ദ്രം ജീവനക്കാർ ചേർന്ന് വൃത്തിയാക്കി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി R. ബിജുമോൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലങ്കര ജലാശയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മലങ്കര ടൂറിസം ഹബ്ബ് വേണ്ടത്ര രീതിയിൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നതായി അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സെക്രട്ടറി മുഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് അലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ചന്ദ്രബോസ്, NS ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ബിജു ചന്ദ്രൻ, V. ജയചന്ദ്രൻ, ജിജി ആന്റണി തുടങ്ങിയവർ ശുചീകരണ ക്യാമ്പയിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കർഷകരുടെ പേരിലുള്ള എല്ലാ കള്ളക്കേസുകളും പിൻവലിച്ച് വനംവകുപ്പ് നാരുങ്കാനത്ത് നിന്നും പിഴുതെടുത്ത കുരിശ് തിരികെ അവിടെ സ്ഥാപിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടിയേറ്റ കർഷകന്റെ ഭൂമി കയ്യേറാൻ കുരിശിനെ അവഹേളിച്ച കാളിയ റേഞ്ച് ഓഫീസറുടെയും സർക്കാർ നൽകിയ പട്ടയങ്ങൾ ഉൾപ്പെടെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വനഭൂമിയാണെന്ന് തെറ്റായ റിപ്പോർട്ട് നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായ വണ്ണപ്പുറം വില്ലേജ് ഓഫീസറുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയം നാരുങ്കാനത്ത് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് അനധികൃത നിർമ്മാണമെന്ന വ്യാജേന വനംവകുപ്പ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയ സംഭവത്തിന്റെ നിജസ്ഥിതി സമൂഹം അറിയണമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കുടിയേറ്റ കർഷകന്റെ ഭൂമി കയ്യേറാൻ കുരിശിനെ അവഹേളിച്ച കാളിയാർ റേഞ്ച് ഓഫീസറെയും സർക്കാർ നൽകിയ 2478 പട്ടയങ്ങൾ ഉൾപ്പെടെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വനഭൂമിയാണെന്ന് തെറ്റായ റിപ്പോർട്ട് നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായ വണ്ണപ്പുറം വില്ലേജ് ഓഫീസറുടെയും പേരിൽ നടപടി സ്വീകരിക്കണം. ഇവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇടവയുടെ തലത്തിലുള്ള സമര പരിപാടിയിൽ നിന്ന് മാറി ഫൊറോന തലത്തിൽ അത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അതിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫൊറോനയിലെ അച്ഛന്മാരും അതുപോലെ തന്നെ കൈക്കാരന്മാരും ഒന്നുചേർന്ന് അടുത്ത സമര പരിപാടികളെ പറ്റി ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിക്ക് എല്ലാ ഇടവകളിൽ നിന്നും പരാതികൾ അയക്കാനുള്ള തീരുമാനമുണ്ട്. പിന്നെ 19-ാം തീയതി ഈ മെയ് 19-ാം തീയതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കാളിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും പ്ലാൻ ചെയ്തു. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണല്ലോ ഇത് ചെയ്തത്. അത് നീതി നടപ്പാക്കി കിട്ടാൻ തന്നെയുള്ളതാണ്. അപ്പോൾ കൈവശ ഭൂമി വനഭൂമിയാണെന്ന് വ്യാജേന അവിടെ വന്ന് കയ്യേറിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയുണ്ടാകും. അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന വില്ലേജ് ഓഫീസർമാർ തെറ്റായിട്ടുള്ള കണക്കുകൾ കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പരിശ്രമിച്ച വില്ലേജ് ഓഫീസർ. അതുകൊണ്ട് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ
മേലുള്ള നടപടികൾ ഉണ്ടാകും. കർഷകരുടെ പേരിലുള്ള എല്ലാ കള്ളക്കേസുകളും പിൻവലിച്ച് ഞങ്ങളുടെ കൈവശ ഭൂമിയിൽ തങ്ങളുടെ വിശ്വാസപ്രകാരം ആരാധനയ്ക്കായി സ്ഥാപിച്ച കുരിശ് തിരികെ അവിടെ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ജെയിംസ് ഐക്കരമറ്റം, കൈക്കാരൻ ജോണി ഇല്ലിക്കൽ, ഇടവകാംഗം മനോജ് മാവല എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉപ്പുകുന്ന കള്ളിക്കൽ അംബേദ്കർ നഗർ വികസന പദ്ധതിക്ക് തുടക്കമായി. പി ജെ ജോസഫ് MLA ശുപാർശ പ്രകാരം പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നുമാണ് ഇതിനായി തുക ലഭിച്ചത്. പദ്ധതി നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്നത് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്താണ്. പി ജെ ജോസഫ് MLA പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പി ജെ ജോസഫ് MLA ശുപാർശ പ്രകാരം പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് ലഭിച്ച 1 കോടി രൂപയുടെ ഉപ്പുകുന്ന കള്ളിക്കൽ അംബേദ്കർ നഗർ വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്നത് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്താണ്. റോഡ്, പാലം മുതലായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആകെ 71,75,000 രൂപയും വീട് മെയിൻ്റനൻസിന് 28,25,000 രൂപയും ഉൾപ്പെടെ ആകെ 1 കോടി രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി 36,67,900 രൂപയും ഉൾപ്പെടെ ആകെ 1,36,67,900 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കള്ളിക്കൽ അംബേദ്കർ നഗറിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ പ്രാവർത്തികമാക്കുന്നത്. പി ജെ ജോസഫ് MLA പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ബ്ലോക്കും പഞ്ചായത്തും ജനപ്രതിനിധികളും എല്ലാം കൈകോർത്ത് പിടിച്ച് ഈ പരിപാടികൾ പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉപ്പുകുന്ന് നമുക്കറിയാം വളരെ പ്രകൃതിരമണീയമായൊരു സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഈ മേഖലയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ, സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള ഈ കള്ളിക്കൽ പദ്ധതി ഏറ്റവും വേഗം പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. അപ്പോൾ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും ഒരു കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? യോഗത്തിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് ഈ പദ്ധതി എടുത്ത് ചെയ്യുവാൻ കഴിയുമോ എന്ന് MLA ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളത് സമയബന്ധിതമായി, സാർ പറഞ്ഞത് സാറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കണം. ആ നിലയിൽ സാധാരണ നിർമ്മാണ ഉദ്ഘാടനത്തിന് വരാറില്ല, പൂർത്തീകരണത്തിന് സാധാരണഗതിയിൽ വരാറുള്ളൂ. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിനെ പദ്ധതികൾ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ BDOയോടും നമ്മുടെ എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാരോടും അതുപോലെ തന്നെ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് വിങ് ഈ വേദിയിലുണ്ട്. അവർ വളരെ ശക്തമായൊരു വിങ്ങാണ്. AXC വന്നില്ല. അവരോട് ചോദിച്ചു പറഞ്ഞു, തീർച്ചയായിട്ടും വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാൻ, നമുക്കൊരു 6 മാസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും, ബാക്കി പേപ്പർ വർക്കുകളെല്ലാം സജീവമായി നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി ഇത്രയും പെട്ടെന്ന് ഇവിടെ ചെയ്യുവാൻ സാധിച്ചത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ സ്വാഗതം ആശംസിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. MLA ശുപാർശ അടിസ്ഥാനത്തിൽ നമുക്ക് ഫണ്ട് അനുവദിച്ചു തന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെയും പട്ടികവർഗ വികസന വകുപ്പിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഉപ്പുകുന്ന പ്രദേശം വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണെന്ന കാര്യം നമുക്ക് ആർക്കും തർക്കമില്ല. നിരവധിയായ വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും നമ്മുടെ ഈ മേഖലയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രദേശത്ത് ഒരുക്കുന്ന വിവിധങ്ങളായ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് പല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സമായിട്ടുള്ളത്. അവരുമെല്ലാമായി സഹകരിച്ചുകൊണ്ട് പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയാകെ ഇവിടേക്ക് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് അനുഭവവേദ്യമാകുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ITDP പ്രോജക്ട് ഓഫീസർ G അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് GG സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സോജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു K. ജോൺ, KK രവി, ഗ്രാമപഞ്ചായത്ത് അംഗം KR ഗോപി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ AJ അജയ്, ട്രൈബൽ അഡ്വൈസറി ബോർഡ് മെമ്പർ CP കൃഷ്ണൻ, KD ലിജി, ഊരുമൂപ്പൻ PR കൃഷ്ണൻ, ST പ്രൊമോട്ടർ VS ബിതുമോൾ,
എ അഭിജിത്ത്, കമ്മിറ്റി അംഗങ്ങളായ KM പുഷ്പരാജൻ, VG അജയൻ, അംബുജം ഭാസ്കരൻ, ലത ജിജി എന്നിവർ ആശംസകൾ നേർന്നു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ദാമോദരൻ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 36 വർഷം മലയപ്പറമ്പ് അംഗൻവാടിയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിക്കുന്ന ശാന്ത ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. വാർഡ് കൗൺസിലർ MA കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപികയ്ക്ക് മൊമന്റോ നൽകി ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KMA ഷുക്കൂർ, മുനിസിപ്പൽ കൗൺസിലർമാരായ സാബിറ ജലീൽ, നിസ സക്കീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മേഖലയിൽ ഒരു അധ്യാപികയായി നിങ്ങളുടെയൊക്കെ കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകി അവരെയൊക്കെ സ്നേഹിച്ച് താലോലിച്ച് അവരെ ഇന്ന് ഒരു തലമുറയെ പുതിയ ഒരു ലോകത്തേക്ക് എത്തിക്കാൻ തുടക്കം കുറിച്ച് ആ വാത്സല്യനിധിയായ അധ്യാപിക ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു സർക്കാർ ജീവനക്കാരിയും അല്ലെങ്കിൽ ജീവനക്കാരനും ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചു പോകുമ്പോഴും ഇവിടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അത് തൻ്റെതായ ഒരു ശൈലിയും ഒരു വ്യക്തിമുദ്രയും ഒക്കെ പതിപ്പിച്ചാണ് ടീച്ചർ ഇവിടുന്ന് പടിയിറങ്ങുന്നതെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കാറിലിടിച്ച് അപകടം. ഏഴുമുട്ടത്തിന് സമീപമായിരുന്നു സംഭവം നടന്നത്. ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും തുടർന്ന് റോഡിലൂടെ നിരങ്ങി കാറിലിടിക്കുകയും ഇരുവാഹനങ്ങളും റോഡിൽ നിന്നും താഴേക്ക് പതിക്കുകയുമായിരുന്നു. ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് വരുന്നത് കണ്ട BSNL ജീവനക്കാരനായ കാർ ഡ്രൈവർ കാർ സൈഡിൽ നിർത്തിയിട്ടിരുന്നു. എന്നാൽ ലോറിക്ക് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടമാവുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു. ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഴുമുട്ടത്തിന് സമീപം ഇന്ന് ഉച്ച കഴിഞ്ഞാണ് അപകടം നടന്നത്. ഓവർലോഡുമായി വന്ന ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ മറിയുകയായിരുന്നു. തുടർന്ന് ലോറി റോഡരികിലൂടെ നിരങ്ങി എതിരെ വന്ന കാറിനെ ഇടിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയായിരുന്നു. ലോറി നിയന്ത്രണം വിട്ടുവരുന്നത് കണ്ട കാർ ഡ്രൈവർ BSNL ജീവനക്കാരൻ JNC ജേക്കബ് കാർ സ്വയം ചവിട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ ലോറിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു. കാറിൽ ജയന്തും ലോറിയിൽ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും വേറൊരു കാറിലും തട്ടിയാണ് ഇവിടെ എത്തിയതെന്നും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ നാട്ടുകാർ പറഞ്ഞു. രണ്ടുപേരെയും ചെറിയ പരിക്കുകളോടെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ഏഴുമുട്ടം. SSLC പരീക്ഷയിൽ തുടർച്ചയായി 8ാം തവണയും 100 മേനി വിജയവുമായി കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉയർന്ന ഗ്രേഡോടെ വിജയിച്ചു. 19 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 8 വിദ്യാർത്ഥികൾക്ക് 9 A+ ലഭിച്ചു. വിജയം നേടിയ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും PTA അധ്യാപകരും ചേർന്ന് അഭിനന്ദിച്ചു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 8ാം തവണയും 100 മേനി വിജയവുമായി കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആകെ 147 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 147 പേരും ഉയർന്ന ഗ്രേഡോടെ വിജയിച്ചു. 19 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 8 വിദ്യാർത്ഥികൾക്ക് 9 A+ ലഭിച്ചു. എബിൻ ഷിബു, അതിൻ ടി അജീഷ്, ആദിലക്ഷ്മി PS, അലൻ കുര്യാക്കോസ്, അലൻ മനോജ്, അലീന സെബാസ്റ്റ്യൻ, ബെഞ്ചമിൻ ജോസ്, ക്രിസ്റ്റിയ T ജോർജ്, ജോർജ് മാർട്ടിൻ, ഗൗരി നന്ദ T ഷിബു, ഹന ഫാത്തിമ, JC ടോം, ജുവറ്റ് സോണി സാജൻ, ജിഷ്ണു റെജി, മിയ മോൻസ്, നന്ദിത ഷിബു, നിർമ്മലൻ KS, റോസ്മരിയ PS, തേജസ് ബെന്നി എന്നീ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചു. വിജയം നേടിയ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും PTA അധ്യാപകരും അഭിനന്ദിച്ചു. SSLC പരീക്ഷയിൽ വർഷങ്ങളായി തുടരുന്ന വിജയം ആവർത്തിച്ച് കുമാരമംഗലം MKNM സ്കൂൾ. തൊടുപുഴ സബ് ജില്ലയിൽ 100 മേനി വിജയം കൈവരിച്ച സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് കുമാരമംഗലം NKNM സ്കൂളിലാണ്. 207 കുട്ടികളാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയത്. 50 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 12 പേർക്ക് 9 A+ ലഭിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അതിന് അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും മാനേജ്മെന്റും PTA ചേർന്ന് അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലത്ത് അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ
ഡിവിഷണൽ പോലീസ് ഓഫീസിന്റെയും ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ആന്റണി പുത്തൻകുളത്തിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. ജോയിന്റ് കൌൺസിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് കേന്ദ്രം വൃത്തിയാക്കി. ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാരുങ്കാനത്ത് നിന്നും വനംവകുപ്പ് പിഴുതെടുത്ത കുരിശ് തിരികെ അവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് തോമൻകുത്ത് സെന്റ് തോമസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.